Hi friends, welcome to Craft Wonders. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ വൈക്കോൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ താമസിക്കുന്നത് ഖത്തറിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് ഈ വൈക്കോൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു ചെറിയൊരു പുൽക്കൂടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാണ്. കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ട് ഒരു വീടിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മേലെ ഒരു റൂഫൊക്കെ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ ഫ്രണ്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഒരു ബ്രിക്സിൻ്റെ സ്റ്റിക്കറൊക്കെയാണ് ഇത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഇത് ഓൾറെഡി കഴിഞ്ഞ കൊല്ലം എൻ്റെ ഫ്രണ്ട് ഇത് ചെയ്ത് വെച്ചാണ്. എൻ്റെ ഫ്രണ്ട് സീമ ആണ് ഇത് ചെയ്ത് വെച്ചത്. അവരുടെ വീട്ടിലാണ് ഞാനിതൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റൂളുമലാണ് ഇത് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ജൂട്ട് വെച്ചിട്ടുണ്ട്, ആ ഒരു ഫീലിംഗ് കിട്ടാനാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, നമുക്ക് വൈക്കോൽ ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈന്തപ്പനയുടെ ഓലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഈന്തപ്പനയുടെ ഓല വെച്ചിട്ടാണ് നമ്മൾ ഇതിന് റൂഫിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഈന്തപ്പനയുടെ അല്ല 2 ദിവസം ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെറിയ 2 പീസാക്കിയിട്ട് പകുതി വരെ ഇങ്ങനെ കീറിക്കൊടുക്കുക. ഇനി നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ഈ റൂഫിൻ്റെ ഭാഗത്ത് ഒരു ചെറുതായിട്ടൊന്ന് കത്രിക വെച്ചിട്ട് 2 സൈഡിലും ഇങ്ങനെ ഒരു വെട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. ഈ നൂല് കെട്ടണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലാണ് നമ്മുടെ പനയുടെ ഓല ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നത്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടിക്കുക ഒന്നും വേണ്ട, അത് ഈസി ആയിട്ട് നമുക്കതും ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡും ഇതുപോലെ നൂല് വെച്ച് കെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഈ പനയോല ഇതുപോലെ ഹാങ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഗ്യാപ്പില്ലാതെ ഓരോന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ 2 സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ റൂഫിലൊക്കെ ഒരുവിധം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുൽക്കൂടിൻ്റെ ഉള്ളിലിടാനായിട്ട് ഈ പനയോലയുടെ തന്നെ അവിടെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പുറത്തൊക്കെ കാണുന്ന ചെറിയ ചെറിയ പുല്ലുകളാണ്. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്, ഉണങ്ങിയ പുല്ലുകളും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതാ ഈ ഏഞ്ചലിനെ നമുക്ക് ഈ പുൽക്കൂടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബൾബും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഈ ഫെയറി ലൈറ്റ് പോലത്തെ ലൈറ്റും ഒക്കെ വെച്ചിട്ട് ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉള്ള പരിമിതി വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പുൽക്കൂടാണ്. പക്ഷെ നമ്മൾ വളരെ ഹാപ്പിയാണ് ഇതൊക്കെ കണ്ടപ്പോൾ. കാരണം നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മളൊരു സ്റ്റാർ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, സീമ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എന്നും ഇതുപോലെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതുപോലുള്ള ആഘോഷങ്ങൾ ഒരുമിച്ച് നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.